നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു അറിയിപ്പാണ് ഈ സമയത്ത് വന്നിരിക്കുന്നത്. ഇന്ന് മാർച്ച് മാസം 11-ാം തീയതി നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയുടെ 1000 രൂപ ഇൻസ്റ്റാൾമെൻറ്റ് ക്രെഡിറ്റ് ആയിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് നമ്മളുടെ സംസ്ഥാനത്തെ യുവതീ യുവാക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ ഈ തുക നിക്ഷേപിച്ചിട്ടുള്ളത്. ഫോണിൽ SMS ആയിട്ട് തുക നിക്ഷേപിച്ചതിൻ്റെ അറിയിപ്പുണ്ടാകും. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരമുള്ള തുകയാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്രൂവൽ ലഭിച്ചിട്ടുള്ള യുവതീ യുവാക്കൾ, ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്രൂവൽ ലഭിച്ചിട്ടുള്ളവർക്കുള്ള ഇൻസ്റ്റാൾമെൻറ്റാണ് ഇപ്പോൾ വിതരണം നടന്നിട്ടുള്ളത്. നമുക്കറിയാം, ഉദ്ഘാടന വേളയിൽ, അതായത് ആദ്യഘട്ടത്തിൽ 10,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്. അതിനുശേഷവും അല്ലെങ്കിൽ ആ സമയത്തും അപ്രൂവൽ ലഭിച്ച പല ഉദ്യോഗാർത്ഥികൾക്കും ആ സമയത്ത് തുക ലഭിച്ചിട്ടുമില്ല. എന്നാൽ ഈ ഒരു പ്രാവശ്യത്തെ വിതരണത്തിൽ അന്ന് തുക ലഭിക്കാതെ പോയ അപ്രൂവൽ ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും തുക ലഭിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അതിനുശേഷം അപേക്ഷ വെച്ച അപ്രൂവ് ആയവർക്കും അങ്ങനെയുള്ള 36,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഇപ്പോൾ തുക ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. 36,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന രീതിയിൽ അവർക്ക് 1000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും. ഇനി അത് മാത്രമല്ല, ആദ്യഘട്ടത്തിൽ, അതായത് ഉദ്ഘാടന വേളയിൽ 10,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നു. അവർക്ക് രണ്ടാമത്തെ ഗഡുവായിട്ടുള്ള 1000 രൂപയും ഈ സമയത്ത് വിതരണം നടത്തിയിട്ടുണ്ട്. അതായത് 50,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ഇന്നു മുതൽ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുള്ളത്. ഇനി ഇത് മാത്രമല്ല, അതിനുശേഷവും അപേക്ഷ വെച്ച നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മളുടെ സംസ്ഥാനത്തുണ്ട്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ, അതോടൊപ്പം തന്നെ നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർ, അതും 18 വയസ്സ് മുതൽ അല്ലെങ്കിൽ 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ. അങ്ങനെയുള്ളവർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരുന്നാൽ മതി. കുടുംബ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ആധാർ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇതുമാത്രമല്ല നമ്മളുടെ അഫിഡവിറ്റ്, സാക്ഷ്യപത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനുവേണ്ടി ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ 5 ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത്. ഈ ഗഡു ഈ പ്രാവശ്യം വിതരണം ചെയ്തപ്പോൾ കിട്ടാത്തവർക്ക് അടുത്ത ഗഡു വിതരണത്തിൽ തുക അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപേക്ഷകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷകൾ വയ്ക്കാം, സ്മാർട്ട് ഫോൺ വഴി അപേക്ഷകൾ വയ്ക്കാം. അതുകൂടാതെ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴി, അക്ഷയ, ജനസേവ, കോമൺ സർവീസ് സെൻ്റർ വഴിയൊക്കെ അപേക്ഷകൾ വയ്ക്കാം. ഇനി അപേക്ഷ വെച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആനുകൂല്യം ഈ പ്രാവശ്യവും ക്രെഡിറ്റ് ആയിട്ടില്ല എങ്കിൽ, അപ്രൂവൽ ലഭിച്ചിട്ട് ഇതുവരെ ക്രെഡിറ്റ് ആയിട്ടില്ല എങ്കിൽ, ഇനി പെൻഡിങ് ആണ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഒക്കെയാണ് കാണിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റാറ്റസ് ഇടയ്ക്കൊന്ന് പരിശോധിക്കുക. ഇതിനുവേണ്ടി employment.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവിടെ നമുക്കൊരു 3 ഡോട്ട് മെനു ഉണ്ട്. അവിടെ ഒരു ഗ്രീൻ ബോക്സ്, അതായത് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലാണ് നമ്മളുടെ സ്റ്റാറ്റസ് അറിയാനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ സ്റ്റാറ്റസ് 2 രീതിയിൽ പരിശോധിക്കാം. ആപ്ലിക്കേഷൻ നമ്പർ, അതല്ല എങ്കിൽ നമ്മളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാം. ഇതോടൊപ്പം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി ആഡ് ചെയ്ത് വേണം നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതിന്. പ്രോസസ്സിംഗ് കാണിക്കുന്നവർക്ക് കൃത്യമായിട്ട് ആനുകൂല്യം അത് അപ്രൂവ്ഡ് ആയ ശേഷമാണ് ലഭിക്കുക. ഇനി അപ്രൂവ്ഡ് ആയവർക്ക് തുക ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും. തുക ക്രെഡിറ്റ് ആയിട്ടില്ല എങ്കിൽ അടുത്ത ഘട്ടത്തിൽ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇനിയും അപേക്ഷ വെച്ചിട്ടില്ലാത്തവർ എത്രയും വേഗം അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളിലേക്കും ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുക.